തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 20-ലധികം ക്ഷേത്രങ്ങളിൽ നടന്നത് വ്യാപക കൊള്ള. കോടികൾ വിലമതിക്കുന്ന തിരുവാഭരണങ്ങൾ കാണാനില്ല. സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും സ്വർണ്ണക്കട്ടകളും വെള്ളി തിരുമുഖങ്ങളുമാണ് കാണാതായത്. നെയ്യാറ്റിൻകര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. തിരുവാഭരണ കമ്മീഷണർ നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. നെയ്യാറ്റിൻകര ദേവസ്വം എസിക്ക് തിരുവാഭരണ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഞങ്ങൾക്ക് ലഭിച്ചു. അത് പ്രേക്ഷകരിലേക്ക് പുറത്തുവിടുകയാണ്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ തലസ്ഥാനത്ത് നിന്നും വിനീഷ് ചേരുന്നു. വിനീഷ്, ഞെട്ടിക്കുന്ന കൊള്ളയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ നടന്നിരിക്കുന്നത്. എന്തൊക്കെ നിർണായക കണ്ടെത്തലുകൾ, എന്തൊക്കെ വസ്തുവകകളാണ് നഷ്ടമായത്? തിരുവാഭരണം ഉൾപ്പെടെയുള്ളവ നഷ്ടമായിരിക്കുന്നു. നമുക്ക് കിട്ടിയ ആ പകർപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും 23/5/2026 തിരുവാഭരണ കമ്മീഷണർ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നെയ്യാറ്റിൻകര ദേവസ്വം ബോർഡിൻ്റെ എസിക്ക് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകുന്നത്. ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ നെയ്യാറ്റിൻകര എസിയുടെ കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ, തങ്കക്കട്ടികൾ, ഒപ്പം തന്നെ അർച്ചനയായി എത്തിയ വെള്ളികൾ ഉൾപ്പെടെയുള്ളവ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണാനില്ല എന്നത് സംബന്ധിച്ചുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ നെയ്യാറ്റിൻകര എസിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ തിരുവാഭരണം സൂക്ഷിക്കുന്നത് പാറശാല മഹാദേവ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ ലോക്കറിലാണ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങളും ഒപ്പം തന്നെ സ്വർണ്ണക്കട്ടകളും സ്വർണ്ണങ്ങളും ഉൾപ്പെടെയുള്ള തിരുവാഭരണം ഉൾപ്പെടെയുള്ളവ കാണാനില്ല എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് കമ്മീഷണർക്ക്, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് തിരുവാഭരണ കമ്മീഷണർ നൽകിയിരിക്കുന്നത്. കാരണം ഇയർലി അല്ലെങ്കിൽ വർഷാവർഷം ഇത്തരത്തിലുള്ള പരിശോധന ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കണക്കെടുപ്പുകൾ, പ്രത്യേകിച്ച് ഓരോ ദേവസ്വം ബോർഡിൻ്റെ ഓരോ മേഖല തിരിച്ചു നോക്കുമ്പോൾ നെയ്യാറ്റിൻകര എസിയുടെ കീഴിൽ വരുന്ന പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ നിരവധി ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അവിടെയുള്ള തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ ലോക്കറിലാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തിരുവാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കാണാനില്ലാത്ത സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ജനൻ TV പുറത്തുവിടുന്നത്. കൃത്യമായി പറഞ്ഞാൽ ശബരിമല കൊള്ളയ്ക്ക് ശേഷം നടക്കുന്ന വലിയൊരു കൊള്ള എന്ന് തന്നെയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ഒരു കൊള്ളയെ നമുക്ക് വീണ്ടും വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ഒപ്പം തന്നെ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതൊക്കെ ക്ഷേത്രങ്ങൾ എന്ന് സംബന്ധിച്ചുള്ള അതിലെ പ്രധാനപ്പെട്ട വസ്തുവകകൾ കാണാനുള്ളത് സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ, സ്വർണ്ണക്കട്ടകൾ, വെള്ളി തുരുമുഖം തുടങ്ങിയവയാണ് കാണാനില്ലാത്തത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ ക്ഷേത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വീരണാകാവ് ദേവസ്വത്തിലെ TB 35 വെള്ളി താമരപ്പൂവ്, പെരുങ്കുളത്തൂർ ദേവസ്വത്തിലെ TR 10 വെള്ളിത്തട്ടം, മാങ്കരമുട്ടം ദേവസ്വത്തിലെ TR വെള്ളി. ഇത് TR എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് വിവരങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ TR. ഒപ്പം തന്നെ തൃക്കണ്ണ്, തിരുമുക്ക്, ചന്ദ്രക്കല, അരങ്ങൽ ദേവസ്വത്തിലെ എന്നീ നിരവധി സാധനങ്ങൾ. ഇത് ഓരോ ക്ഷേത്രങ്ങളാണ്. അരവല്ലൂരിൽ നെയ്യാറ്റിൻകര ദേവസ്വത്തിന് കീഴിൽ കുട്ടപ്പന ക്ഷേത്രത്തിൽ, കാളേശ്വരം ദേവസ്വത്തിൽ, ചേഴുങ്ങാനൂർ ദേവസ്വത്തിൽ, പാറശാല ദേവസ്വത്തിൽ, മൂര്യങ്കര ദേവസ്വം, രാമേശ്വരം ക്ഷേത്രങ്ങൾ, ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ ഏകദേശം 20-ലധികം ക്ഷേത്രങ്ങളുടെ കണക്കുകളാണ്. അത് നേരത്തെ രജിസ്റ്റർ രേഖപ്പെടുത്തിയിരുന്ന തിരുവാഭരണങ്ങൾ, വെള്ളിക്കട്ടകൾ തുടങ്ങി നിരവധി വസ്തുവകകൾ, ദേവസ്വം ബോർഡിൻ്റെ തന്നെ ആഭരണ വസ്തുവകകളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണാനില്ല എന്ന് സംബന്ധിച്ചുള്ള പുതിയ റിപ്പോർട്ട് തിരുവാഭരണ കമ്മീഷണർ നെയ്യാറ്റിൻകര എസിക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 23/5/2026 ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ദേവസ്വം ബോർഡിനെ നൽകിയിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർക്ക് തിരുവാഭരണ കമ്മീഷണർ നൽകിയിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ ദേവസ്വം ബോർഡ് അധികൃതരുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ
70 വർഷം മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ സ്വാധീനത അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് വിവരങ്ങളാണ്. അത് ചില കാര്യങ്ങളിലായി ഉപയോഗിക്കാനായി എടുത്തിട്ടുണ്ട്. അതൊക്കെ ചില സ്ഥലങ്ങളിൽ കാണും എന്നത് സംബന്ധിച്ചുള്ള ഒരു അഴകുഴപ്പൻ മട്ടിലെ പ്രതികരണമായിരുന്നു ദേവസ്വം ബോർഡിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും തിരുവാഭരണ കമ്മീഷണർ നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നത് നെയ്യാറ്റിൻകര AC-യുടെ കീഴിലുള്ള ദേവസ്വം AC-യുടെ കീഴിലുള്ള ഒരു വലിയ സംശയം അവിടെ നിലകൊള്ളുന്നുണ്ടല്ലോ. അതായത് എല്ലാ വർഷവും എല്ലാ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കൃത്യമായി ഓഡിറ്റ് നടത്തണം. ഈ ഓഡിറ്റിൽ എന്തൊക്കെ ആഭരണങ്ങളുണ്ട്, എന്തൊക്കെയാണ് ക്ഷേത്രത്തിലെ വരുമാനം, എന്തൊക്കെയാണ് ക്ഷേത്രത്തിന്റെ പാരമ്പര്യ സ്വത്ത്, അതിൻ്റെയൊക്കെ ആ ഒരു കൃത്യമായ വിവരങ്ങൾ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യപ്പെടുന്നതുണ്ട്. അപ്പോൾ ഇത് എത്ര നാളുകൊണ്ട് നടത്തിയൊരു കൊള്ളയാണ്? അങ്ങനെയാണെങ്കിൽ അതിന് മുൻപേ നടത്തിയ കൊള്ളയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഓഡിറ്റുകളിലൊന്നും ഈ വിവരം ലഭ്യമാകാഞ്ഞത്? നിലവിലെ സാഹചര്യത്തിൽ ഈ ഓഡിറ്റുകൾ വർഷാവർഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കണക്കുകൾ പുറത്തു വരും. ആ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ക്ഷേത്രങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ എഴുതുന്നത് ഇത്തരത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക്, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര AC-യുടെ കീഴിൽ വരുന്ന വിവിധ ക്ഷേത്രങ്ങളുണ്ടാകും. ആ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉത്സവത്തിൻ്റെ ഭാഗമായി മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഈ വെള്ളി ആഭരണം അല്ലെങ്കിൽ സ്വർണ്ണാഭരണം എടുത്തു. ആ പൂജാകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചു വയ്ക്കും. അത്തരത്തിൽ റിപ്പോർട്ടുകൾ പല ഘട്ടങ്ങളിലായി എഴുതുന്നത് നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പ്രത്യേകിച്ച് തിരുവാഭരണ കമ്മീഷണർ രേഖപ്പെടുത്തുമ്പോൾ ആ റിപ്പോർട്ടുകളൊക്കെ കള്ള റിപ്പോർട്ടുകളായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ നെയ്യാറ്റിൻകര AC-യുടെ കീഴിലുള്ള മഹാദേവ ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ലോക്കറിൽ നിന്നാണ് ഈ ആഭരണങ്ങൾ കാണാനില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടാണ് ജനൻ TV പുറത്തുവിടുന്നത്. ആ ലോക്കറിൽ നിന്ന് റിപ്പോർട്ടുകൾ ഈ സ്വർണ്ണാഭരണങ്ങൾ കാണാതാകുമ്പോൾ എന്തുകൊണ്ട് 23-ാം തീയതി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തിരുവാഭരണ കമ്മീഷണർ നെയ്യാറ്റിൻകര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളോ പരിശോധനകളോ ഇതുവരെയും നടന്നിട്ടില്ല എന്നതാണ് നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായിരുന്നാലും ഗുരുതരമായ വീഴ്ച ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഭഗവാന്റെ സ്വത്ത് ഇപ്പോഴും അടിച്ചു മാറ്റപ്പെടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വർഷാവർഷം ഓഡിറ്റ് നടക്കുമ്പോഴും ആ ഓഡിറ്റുകളിലെ പരാമർശങ്ങൾ പരിശോധിച്ച് കൃത്യമായ നടപടിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പേരിന് മാത്രം ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് പല ഘട്ടങ്ങളിലായും മുൻകാലങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ കൊള്ളയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കുറ്റക്കാരെ കണ്ടെത്താൻ ദേവസ്വം ബോർഡിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 20-ലധികം ക്ഷേത്രങ്ങളിലെ സ്വത്ത് വിവരങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിക്കട്ടകൾ, തിരുമുടി ഉൾപ്പെടെയുള്ളവ, തിരുമുഖം ഉൾപ്പെടെയുള്ള ഭഗവാന്റെ തിരുമുഖം ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. ആ കാണാതായിട്ടുള്ള ഈ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഈ കാണാതായിട്ടുള്ള വസ്തുവകളുടെ തൂക്കം പ്രതിപാദിക്കുന്നില്ല. അതിൻ്റെ ആ കണക്കുകൾ നേരത്തെ ലെക്ചറിൽ അല്ലെങ്കിൽ നേരത്തെ ഈ ദേവസ്വം ബോർഡിൻ്റെ വസ്തുവകകൾ സൂക്ഷിക്കുന്ന ആ ഒരു പുസ്തകത്തിൽ അത് കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കനം എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ തൂക്കം എത്രയാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണ കമ്മീഷണർ നെയ്യാറ്റിൻകര AC-ക്ക് നൽകിയ റിപ്പോർട്ടിൽ ഒരിടത്തും പരാമർശിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വൻ അഴിമതി നടക്കുന്നു. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അഴിമതികളുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും വ്യക്തമായ തെളിവ് തന്നെയാണ് ജനൻ TV പുറത്തുവിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നടപടിയുമായി മുന്നോട്ട്, പ്രത്യേകിച്ച് തിരുവാഭരണ കമ്മീഷണർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ നടപടിയുമായി മുന്നോട്ട് പോയേ മതിയാകൂ എന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. ഈ റിപ്പോർട്ട് തന്നെ പൂഴ്ത്തിവെക്കാനുള്ള ശ്രമം തന്നെയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നിർണായകമായ തെളിവുകൾ തന്നെയാണ്, പ്രത്യേകിച്ച് 20 നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട വാർത്ത ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.
പുറത്തുവരുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിൽ ഭഗവാന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരം. അതും നമുക്കറിയാം, നാളുകളായി വർഷങ്ങളായി നടത്തുന്ന ഓഡിറ്റ് റിപ്പോർട്ടിലൊക്കെ പലതരത്തിലുള്ള വെള്ളം ചേർത്ത് പലതരത്തിലുള്ള കാരണങ്ങൾ തിരികെ കയറ്റിക്കൊണ്ടാണ് ഈ ഒരു കൊള്ളയ്ക്ക് എല്ലാവരും ചേർന്ന് കൂട്ടുനിന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം മേഖലയിലുള്ള അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ആ സബ് ഗ്രൂപ്പ് ഓഫീസിന് കീഴിലുള്ള അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ദേവസ്വം ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളുടെ മാത്രം കണക്കാണ് വരുന്നത്. ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, മലബാർ ദേവസ്വം, കൊച്ചിൻ ദേവസ്വം ബോർഡ് അടക്കമുള്ള വിവിധ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രങ്ങളിലെ കൃത്യമായ സ്വർണ്ണാഭരണങ്ങളുടെയും അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങളുടെയും തിരുമുഖങ്ങളുടെയും അവിടെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കുകളുടെ ശേഖരണം അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. ഇത്തരത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഇത്തരം വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. അത് ഓരോ ദിവസങ്ങളായി ഓരോ വാർത്തകളായി ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ മാത്രമാണ് വിശ്വാസികളും സമൂഹവും അറിയുന്നത്. ഇവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.